ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ തിരുത്തുകൾക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നതിന് ഒക്കെ തൻ്റെ ഇടം കാണിക്കുന്ന നേതാവാണ് ശ്രീ കാനം രാജേന്ദ്രൻ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹമാണ് ഒരിക്കൽ കൂടി വ്യൂ പോയിന്റിൽ അതിഥിയായി എത്തുന്നത്. സ്വാഗതം സാർ. ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയും അതിൻ്റെ അനുരണനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു നവോത്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ മതിൽ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അതൊരു വർഗീയ മതിലാണ് എന്ന വിമർശനം നേരിടുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യം അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ലേ? ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ മനസ്സിലെ ജാതിമത ചിന്തകളൊന്നും പോയിട്ടില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. കാരണം നവോത്ഥാനം നമ്മുടെ വികസനത്തിൻ്റെ അടിത്തറയാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളുമൊക്കെ നേടുന്നതിന് എത്രയോ കാലം മുമ്പ് മനുഷ്യൻ്റെ പ്രാഥമികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളം ഭ്രാന്താലയമാക്കരുത്, വീണ്ടും ഒരു ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ ഈ നവോത്ഥാനത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും എല്ലാം ഉണ്ട്. അതിനെ വർഗീയതയുടെ മതിലായി ചുരുക്കി കാണുന്നത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല. പക്ഷേ ഇങ്ങനൊരു ആരോപണം ഉയരാനിടയായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ വനിതാ മതിലിൻ്റെ സംഘാടക സമിതിയിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട ചില ആളുകളെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങളുണ്ട്. അത് ആരോപണങ്ങളല്ല, ഏറെക്കുറെ വസ്തുതയായി നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. അവരിൽ ചില ആളുകൾ കർസേവയിൽ പങ്കെടുത്ത ആളുകളായിരുന്നു. അതിൽ തന്നെ ഒരാൾ ഹാദിയയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ രൂക്ഷമായ പ്രതികരണം, വളരെ വർഗീയമായൊരു പ്രതികരണം നടത്തിയ ആളാണ്. ഇങ്ങനെയുള്ള ആളുകൾ ശബരിമലയുടെ കാര്യത്തിൽ തന്നെ ശബരിമലയിൽ പോയി വനിതകൾ അവിടെ പ്രവേശിക്കുന്നതിനെ തടയാൻ മുന്നിൽ നിന്ന ഒരാളാണ് അതിൻ്റെ സംഘാടക സമിതിയിലേക്ക് ഒരാളായി വരുന്നത്. സംഘാടക സമിതിയുടെ മറ്റൊരു മേൽച്ചുമതലയിലുള്ള ഒരാൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം എടുത്താൽ ലവ് ജിഹാദ് എന്ന ആരോപണം കേരളത്തിൽ വ്യാപകമായി ഉയർന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ പിന്തുണച്ചിരുന്ന ആളുകളാണ്. വർഗീയമായി നിലപാടുകൾ എടുക്കാൻ മുൻകാലത്തും മടിക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ജാഗ്രത കുറവുണ്ട്. ഒരു പുതിയ ആശയത്തോട് മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധ്യമല്ല. ഇത് കേരളം ഭ്രാന്താലയമാക്കരുത് എന്ന ആശയത്തോട് യോജിക്കുന്ന എല്ലാവർക്കും വരാം. ഇതിനകത്ത് ആദ്യ യോഗം ചേരുന്നത് നവോത്ഥാന മൂല്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ്. അവരെയാണ് ഞങ്ങൾ വിളിച്ചു ചേർത്തത്. ചില പ്രസ്ഥാനങ്ങൾ വന്നു, ചിലർ വന്നില്ല. വരാത്തവർ വന്നവരെക്കുറിച്ച് കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഞങ്ങളെല്ലാവരെയും വിളിച്ചതാണ്. അപ്പോൾ അവർ തന്നെ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് മാറി പരസ്യമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പൂർവാശ്രമം തേടി പോകേണ്ട കാര്യമില്ല. അത് ഇതിനെ എതിർക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതൊരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന സംഘടനകൾ, ഇപ്പോൾ SNDP ആയാലും KPMS ആണെങ്കിലും അങ്ങനെയുള്ള നിരവധി സംഘടനകൾ, NSS, എല്ലാവരെയും വിളിച്ചിരുന്നു ആ മീറ്റിങ്ങിലേക്ക്. ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിന് മുമ്പ് ഇതിന് രാഷ്ട്രീയമായ ഒരു ആലോചന നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് LDFൽ ചർച്ച ചെയ്ത് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിൽ പോലും മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. മുന്നണിയിൽ ആലോചിച്ച് അതിനെ കുറച്ചുകൂടി അതിലേക്ക് ക്ഷണിക്കേണ്ടവരാരൊക്കെ, ചുമതല കൊടുക്കേണ്ടവരാരൊക്കെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മുന്നാലോചന വേണ്ട. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തൊക്കെ ആവശ്യമായിട്ടുള്ള മുന്നാലോചനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇത്തരമൊരു യോഗം വിളിക്കാനുള്ള ചുമതല അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ആളുകളുടെ പൂർവാശ്രമത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് അവരിപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പാകത്തിലുള്ളതാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നൊരു നിലപാട് പറഞ്ഞു. ഇത് പക്ഷേ എല്ലാ കാര്യത്തിലും നമുക്കങ്ങനെ സ്വാംശീകരിക്കാവുന്നൊരു നിലപാടാണ്. എല്ലാത്തിനും പറ്റിയില്ല. വിവാഹബന്ധത്തിന് നമുക്ക് സാധ്യമല്ല. വിവാഹബന്ധത്തിന് ആളിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമുക്ക് ഒരു അലയൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നുമല്ലല്ലോ. ഇത് ഒരു പുതിയ ആശയത്തോട്
യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്ന വിഷയം മാത്രമേ ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളൂ. അത് കേരളത്തിൽ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ ജനങ്ങളൊന്നാകെ ഈ സങ്കുചിതമായ നിലപാടിനെതിരെ ഒരു വിശാലമായ തലത്തിൽ ചിന്തിക്കുകയും ഇതൊരു കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന് കരുതുകയും ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ആ കാര്യത്തിൽ അവരുടെ നിലപാട് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു വിവാഹബന്ധത്തേക്കാൾ കൂടുതൽ ആഴത്തിൽ ഒരു സമൂഹത്തെ മാറ്റി തീർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ഈ ശബരിമലയുടെ കാര്യത്തിലുണ്ടായ സുപ്രീം കോടതി വിധി മുതലെടുക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അവരതിന് എന്തൊക്കെ ശ്രമം നടത്തിയെന്നതും വ്യക്തമായി അറിയാം. അതിനെ ചെറുക്കാൻ കൂടിയാണ് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ മുന്നിട്ടിറങ്ങുമ്പോൾ പൂർവാശ്രമത്തിൽ ഇങ്ങനെ ചില കൈക്കുറ്റപ്പാടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ചില ആളുകളെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തി വിമർശനം നടത്തേണ്ട സമയമല്ല ഇത്. അതും ഈ മതിലിനെ ശക്തിപ്പെടുത്താനാണെങ്കിൽ ആ വിമർശനം ഇപ്പോൾ അല്ല വേണ്ടത്. അവർ ഇങ്ങനെ മാറിയല്ലോ, അവരുടെ നിലപാട് മാറിയല്ലോ, ഈ പൊതു നിലപാടിനോടൊപ്പം വന്നല്ലോ എന്ന് സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ വന്ന് ഇത് ഈ നവോത്ഥാന മതിൽ അല്ലെങ്കിൽ വനിതാ മതിൽ എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധമുള്ള ഒരു കാര്യമല്ല എന്ന് നേതാക്കൾ പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇത് ചില നിമിത്തങ്ങളുണ്ടാകാം, എന്നാൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ലല്ലോ പ്രശ്നം. കേരളത്തിൻ്റെ നവോത്ഥാനത്തെ ചെറുക്കാൻ, കേരളത്തിൻ്റെ ആ സാമൂഹ്യ വീക്ഷണത്തെ ചെറുക്കാൻ ഒരിക്കൽ കരുത്തില്ലായിരുന്നു, ഇപ്പോൾ കരുത്തുണ്ടായിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പലരും എടുത്തിരുന്ന നിലപാടുകൾ മാറ്റി അവർ വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആശയപരമായും സമൂഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് പറയണം. ഇത് ശബരിമല പ്രവേശനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യത വേണോ വേണ്ട എന്ന അഭിപ്രായമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അഭിപ്രായമുണ്ടെങ്കിലും തുറന്നു പറയാൻ ധൈര്യം ഉണ്ടാവില്ല. പുരോഗമന ആശയങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്ന് തോന്നുന്ന സംഘടനകൾ അവരുടെ, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. LDF മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം തന്നെ ആയിക്കൊള്ളണമെന്നില്ല അവരുടെ അഭിപ്രായം. ഈ സംഘടനകളെ യോജിപ്പിച്ച് നിർത്തുന്നതിലൂടെ സമൂഹത്തിൽ സ്ത്രീ പുരുഷ ഐക്യത്തിന് ഇത്തരം അനാചാരങ്ങളെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ട ഇപ്പോഴത്തെ ആചാരങ്ങൾ, അത്തരം ആചാരങ്ങളുടെ ഒക്കെ കാര്യത്തിലൊക്കെ ഈ സംഘടനകൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഭാവിയിലെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടാകേണ്ടത് ഇന്ന് നമ്മളെ വർഗീയമായി വിഭജിക്കാൻ ഭരണകൂടം തന്നെ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റും അതിൻ്റെ ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷികളും മനുഷ്യനെ വിഭജിക്കുന്നതിൽ വലിയ താല്പര്യത്തോടു കൂടി നിൽക്കുമ്പോൾ അത് കേരളത്തിലുമുണ്ടായി. ആ വിഭജിക്കാനുള്ള ശ്രമത്തിൽ കൂടി അവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളെ ചെറുക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ചുമതലയാണ്. അത് LDF നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഘപരിവാർ, BJP അല്ലെങ്കിൽ RSS അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ശബരിമല വിധിയെ ആദ്യം സ്വാഗതം ചെയ്യുകയും പിന്നീട് അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തുകൊണ്ട് ഹൈന്ദവ സമുദായത്തിൽ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കി തങ്ങളുടെ വോട്ട് ബാങ്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ് അവരുടെ ആലോചന. അതൊന്നും നടക്കുകയില്ല എന്ന കാര്യങ്ങളല്ല. ഈ പറയുന്ന സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് ശ്രീധരൻപിള്ള എന്താ പറഞ്ഞത്? കോഴിക്കോട് പത്രപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ നാവിൽ നിന്ന് സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് ഒരക്ഷരമെങ്കിലും വന്നിട്ടുണ്ടോ? സുപ്രീം കോടതി വിധിയെ ഭരണഘടനയും ജനാധിപത്യവും അംഗീകരിക്കുന്ന ഒരു പാർട്ടിക്ക് എതിർക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ, അതായത് BJP പ്രയോഗിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് സമാന്തരമായി സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങളെ, പട്ടികവർഗ വിഭാഗങ്ങളെ ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തരായ പിന്തുണക്കാരായിരുന്ന ആ വിഭാഗങ്ങളെ കുറേ കൂടി യോജിപ്പിച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്തുക എന്നൊരു തന്ത്രം ഇവിടെ CPMൻ്റെ ഭാഗത്തുനിന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുന്നില്ലേ? അത് ആ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടല്ലേ? ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ BJPയുടെ 4 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ കീഴിൽ ഈ ദളിത് പീഡനങ്ങൾക്കും പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്കും എതിരായി
കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലാതെ ഏത് പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്? ഏത് പാർട്ടികളാണ് രംഗത്ത് വന്നത്? എവിടെയാണ് ഇത്തരം സംഭവങ്ങളിൽ പ്രത്യക്ഷമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം വന്നത്? മതനിരപേക്ഷ പാർട്ടിയാണ് എങ്കിൽ പോലും ഒരു മൃദു ഹിന്ദു സമീപനമാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ആരെയും കൂടെ നിർത്താൻ പോയില്ലെങ്കിലും ഈ 4.5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഈ ഇടതുപക്ഷമാണ് ഇത്തരം ആളുകളോടൊപ്പമുള്ളത് എന്ന് അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവരൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നതിൽ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വരാം. കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. കോൺഗ്രസുമായി CPI എടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷത്തിൻ്റെ പൊതുനിലപാടായി വരാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഇടതുമുന്നണിയുടെ വിപുലീകരണം ഒരു അജണ്ടയായി മുന്നിൽ നിൽക്കുകയാണ്. 26-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരാനിരിക്കുന്നു. CK ജാനുവിൻ്റെ പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ ഒരു ഘടകകക്ഷിയായി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത അത് എത്രത്തോളം? ഇപ്പോൾ 26-ാം തീയതി ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് LDFിനോടൊപ്പം 20-25 വർഷമായിട്ട് നിൽക്കുന്ന കക്ഷികളുടെ കാര്യമാണ്. ഈ പാർട്ടി ഒരു അവരുടെ പൊതുരാഷ്ട്രീയ നിലപാട് പറഞ്ഞതേ ഉള്ളൂ. അതനുസരിച്ച് ഉള്ള LDFന് കത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും 26-ാം തീയതി ആ വിഷയം ചർച്ചയില്ല. പിന്നീട് ഏത് സന്ദർഭത്തിൽ ചർച്ച ചെയ്യും എന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റില്ല. 26-ാം തീയതി എന്തായാലും INLൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഉണ്ടാവും. INL മാത്രമല്ല, ഇപ്പം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ചില കക്ഷികളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവും. ഈ INLൻ്റെ കാര്യം സവിശേഷമായി ചോദിക്കാം. INL 25 കൊല്ലമായി LDFിൽ ഭാഗമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. പലതവണ ചർച്ച ചെയ്തപ്പോഴും അതിലൊരു തീരുമാനം ഉണ്ടാകാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് തടസ്സമാണ് ഇനിയും INLന് LDFിൻ്റെ ഒരു പൊതു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ പാർട്ടിയുടെ കൊല്ലം സമ്മേളനം, സ്റ്റേറ്റ് സമ്മേളനം ഒരു പ്രമേയം പാസ്സാക്കി. നമ്മളിൽ നിന്ന് വിട്ടുപോയ, മുന്നണിയിൽ നിന്ന് വിട്ടുപോയ പാർട്ടികളൊക്കെ തിരിച്ചു വരണം എന്നൊരു പ്രമേയം പാസ്സാക്കി. ഏതാണ്ട് അതേ നിലപാട് തന്നെ അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ LDF ഒരു പൊതു നിലപാട് സ്വീകരിച്ചു. പക്ഷേ LDF ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു കാലതാമസം ഉണ്ടായത്. പരസ്പരം ആലോചിച്ചും അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രശ്നം വരും. അങ്ങനെയാണ് അവസാനം വീരേന്ദ്രകുമാർ നമ്മളുമായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം അവർ സഹകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ മുന്നണിയുമായി സഹകരിക്കുന്നവരുടെ കൂട്ടത്തിലേ അവരുള്ളൂ. മുന്നണിയായിട്ടില്ല. അപ്പോൾ അതുപോലെയൊക്കെയുള്ളൊരു വിഷയങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് പരമാവധി സോൾവ് ചെയ്യാവുന്നത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നത്. ഇത് നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നിട്ട് എല്ലാ പാർട്ടികൾക്കുള്ളിലും ചർച്ച ചെയ്തിട്ട് നമുക്ക് വീണ്ടും കൂടി ആലോചിച്ച് തീരുമാനിക്കാം എന്ന് വെച്ചതാണ്. ഇക്കാര്യത്തിൽ CPIക്ക് പരമാവധി ഘടകകക്ഷികൾ LDFിലേക്ക്, പരമാവധി പാർട്ടികൾ LDFിൻ്റെ ഭാഗമാണ്. അതായത് ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവം പുലർത്തുന്ന പരമാവധി പാർട്ടികൾ LDFിൻ്റെ ഭാഗമാകണം എന്നാണോ നിലപാട്? അത് ഇപ്പോൾ INLൻ്റെ കാര്യത്തിൽ MP വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഞങ്ങളത് പൊതുവിൽ അതിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത്. പക്ഷേ LDF കൂടാൻ പോകുന്ന LDFിൽ നടക്കുന്ന ഒരു ചർച്ചയെക്കുറിച്ച് ഞാൻ അതിനു മുമ്പ് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഞാൻ ചോദിച്ചത് CPIയുടെ നിലപാടാണ്. അപ്പോൾ INLൻ്റെ കാര്യത്തിൽ CPIക്ക് INL ഞാൻ പറഞ്ഞല്ലോ, പൊതുവിൽ ഈ കാര്യത്തിൽ LDFിൻ്റെ പുറത്ത് നിൽക്കുന്ന കക്ഷികളിൽ LDF ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF വിപുലീകരിക്കണം. അവർ ആ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് കാണണം എന്നാണ് CPI തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മുന്നണി വിട്ട കക്ഷികളൊക്കെ മുന്നണിയിലേക്ക് തിരിച്ചു വരണം എന്ന് ഒരു പ്രമേയം പാസ്സാക്കിയ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ RSPയുടെ കാര്യത്തിലും ഒക്കെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ 2 കൈകൾ കൂട്ടിയാലേ ശബ്ദം ഉണ്ടാവും. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. RSP UDFിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അവരുടെ ദേശീയ സമ്മേളനം നടന്നപ്പോഴും ബംഗാളിലെ ഇടതുപക്ഷത്തോടൊപ്പം ഇവിടെ UDFിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. ആ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചല്ലേ നമുക്ക് നിർബന്ധിച്ചൊരാളിനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എങ്കിലും RSP കൂടി വരേണ്ടതാണ് ഇടതുപക്ഷത്തേക്ക്. ഇടതുപക്ഷത്തിൽ എപ്പോഴും സ്ഥാനമുള്ള ഒരു മുഖ്യധാര ഇടതുപക്ഷ പാർട്ടിയാണ് RSP എന്ന നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ആർക്കും അതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ കേരളത്തിലെ സാഹചര്യങ്ങളിൽ UDFിൽ നിൽക്കുന്ന ഒരു കക്ഷിക്ക് LDFിൽ ആകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ട്.
അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. മന്ത്രിസഭയിൽ അംഗമായ കെ ടി ജലീലിനെതിരെ ആരോപണം വരുന്നു. അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാളാണ്. ഇടത് സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച മറ്റ് നിരവധി MLA-മാർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ PV അൻവറിൻ്റെ കാര്യത്തിലുണ്ട്, ഒപ്പം PT റഹീമിൻ്റെ കാര്യത്തിൽ ചില ആരോപണങ്ങൾ ഉയരുന്നു, കാരാട്ട് റസാക്കിൻ്റെ കാര്യത്തിൽ ആരോപണങ്ങൾ വരുന്നു. ഇങ്ങനെ ഈ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രരായി മത്സരിപ്പിച്ച് ഇടതുപക്ഷം ജയിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകൾ അവർ പിന്നീട് ഇടതുമുന്നണിക്ക് ബാധ്യതയാവുന്നൊരു സാഹചര്യമുണ്ട്. ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. LDF-ൻ്റെ സ്വതന്ത്രന്മാർ ആയിട്ട് മത്സരിച്ച ആളുകളൊക്കെ CPM-ൻ്റെ സീറ്റിലാണ് അവരെല്ലാം മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ആ പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടാകും, അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും. LDF എന്നുള്ള നിലയിൽ ഞങ്ങളതിന് പൊതുവായ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നമായി CPIക്ക് തോന്നുന്നില്ല? അത് ഇടതുമുന്നണി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? കാരണം അത് പറയട്ടെ, ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ PV അൻവറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ റവന്യൂ വകുപ്പുമായി നിരന്തരമുള്ള ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അവിടെ കയ്യേറ്റമുണ്ട്, അവിടെ അനധികൃത നിർമ്മാണമുണ്ട്, അത് പൊളിച്ചു കളയണം, അതിനെ ചൊല്ലിയുള്ള കേസുകൾ, നിരവധിയായ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടായി എന്നൊക്കെ. സ്വാഭാവികമായിട്ടും ഒരു LDF-ൻ്റെ സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ മത്സരിച്ച് ജയിച്ചു വന്ന്, പ്രത്യേകിച്ചും ലീഗിനെയൊക്കെ പരാജയപ്പെടുത്തി ജയിച്ചു വരുന്ന ഒരാളിനോട് വളരെ മൃദുവായിട്ടുള്ളൊരു സമീപനം മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടിക്ക് കാണും എന്ന് പ്രതീക്ഷിക്കാനും മാത്രം ഒരു മടയനല്ല ഞാൻ. അതുകൊണ്ട് അവരുടെ ഒരു കേന്ദ്രത്തിൽ ആണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ വളരെ കർശനമായിട്ട് അതിൻ്റെ പിന്നാലെ ഉണ്ടാകും, അതിന് മാധ്യമങ്ങളിൽ പ്രചാരം കൊടുക്കാൻ അവരുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മതനിരപേക്ഷ ചേരിയുടെ കരുത്ത് തെളിയിച്ച തെരഞ്ഞെടുപ്പായി താങ്കൾ അതിനെ വിശേഷിപ്പിച്ചു. കോൺഗ്രസ് 3 സംസ്ഥാനങ്ങളിൽ, അത് ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളിൽ ചെറുതല്ലാത്തൊരു തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മതനിരപേക്ഷ ചേരി എന്ന ആശയം ശക്തിപ്പെടാൻ, അല്ലെങ്കിൽ അതിന് കൂടുതൽ മുൻകൈ ലഭിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രേരകമാകും. ഒരു മതനിരപേക്ഷ പാർട്ടി എന്നുള്ള ഒരു പ്രതിച്ഛായ കോൺഗ്രസ്സിന് ഇല്ലാതാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. അവരാ നിലപാട് തിരുത്തിയാൽ ആർക്കാണ് അതിനെ സ്വാഗതം ചെയ്യാൻ പറ്റാത്തത്? അവരിടയ്ക്ക് ഒരു മൃദു ഹിന്ദു സമീപനം എടുത്തു, സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടെടുത്തു. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നത്തിൽ ഞങ്ങൾ വന്ന ഉടനെ എല്ലാ കടങ്ങളും എഴുതി തള്ളും എന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിനെയോ പാർട്ടിയെയോ ജനങ്ങൾ നോക്കിക്കാണുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളും ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളും സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കാൻ ജനങ്ങളെ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. അവർ ആ ജനങ്ങൾ നൽകുന്ന പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മറ്റുള്ള കക്ഷികൾക്കും സ്വാഭാവികമായിട്ടും ആ നിലപാടിനെ പിന്തുണയ്ക്കാനും ഈ മോഡിക്കെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള സംഘപരിവാറിനെതിരായിട്ടുള്ള നിലപാടുകളിൽ ഒരുമിച്ച് നിൽക്കാനും പറ്റും. കോൺഗ്രസുമായൊരു തെരഞ്ഞെടുപ്പ് ധാരണയാവണം, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരു കാലത്തും കോൺഗ്രസുമായൊരു തെരഞ്ഞെടുപ്പ് ധാരണ CPIക്ക് ഉണ്ടായിട്ടില്ല. ദേശീയ തലത്തിൽ ഞങ്ങൾ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്, ചിലർക്ക് സഹകരിച്ചിട്ടുണ്ട്. അത് ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കാര്യം, ഇപ്പോൾ തെലങ്കാനയിൽ അങ്ങനെ ഒരു സഖ്യമുണ്ടായിരുന്നു. TDPയും കോൺഗ്രസും CPIയും ചേരുന്നൊരു സഖ്യമുണ്ടായിരുന്നു. CPIക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിന് തടസ്സങ്ങളില്ല സംസ്ഥാനങ്ങളിൽ അത്തരം. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി സഖ്യമുണ്ടാകുന്നതിന് എപ്പോഴും അനുകൂലമാണ്, ഇല്ലയെന്നില്ല. ഞങ്ങളെക്കുറിച്ച് നല്ല വാക്കുകളെ അവർ പറയാറുള്ളൂ. പക്ഷേ തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ ആ സഖ്യത്തിൻ്റെ ആ ധാരണകളിലേക്ക് അടുക്കുമ്പോൾ സീറ്റ് കാണത്തില്ല. അതാണ് പ്രശ്നം. അഥവാ സീറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ അവിടെ റിബൽ വരികയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവങ്ങളിപ്പം ഞങ്ങൾക്ക് ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ സാഹചര്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും സംസ്ഥാനതല പാർട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ദേശീയ പാർട്ടികളുടെ സംസ്ഥാന ഘടകങ്ങളുമായിട്ടോ ഒക്കെ ധാരണയുണ്ടാക്കുന്നത് അതത് സംസ്ഥാന കമ്മിറ്റികൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട 1-2 ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ചീഫ് വിപ്പ് പദവി ഒരു
CPI അക്കാര്യത്തിലൊരു നിലപാടെടുത്തിരുന്നു. പ്രളയം, ബുദ്ധിമുട്ടുകൾ, ഈ സാഹചര്യത്തിൽ ചീഫ് വിപ്പ് പദവി ഏറ്റെടുക്കുന്നില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊരു പുനരാലോചനയുണ്ട്. ചീഫ് വിപ്പ് പദവി ഏറ്റെടുക്കാം എന്നൊരു ആലോചന. അതിൻ്റെ ശരിയായ സമയത്ത് ഞങ്ങൾ തീരുമാനമെടുക്കും, ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ചീഫ് വിപ്പ് അത് സ്വീകരിക്കാം എന്ന ഒരു ആലോചനയുണ്ട്. ചീഫ് വിപ്പ് ഞങ്ങളുടെ 5ാമത്തെ ക്യാബിനറ്റ് പോസ്റ്റാണ്. അതെപ്പോൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് തരണം എന്ന് എനിക്ക് പറയാനുള്ളത്. അല്ല, തത്വത്തിൽ അത് സ്വീകരിക്കാം എന്നൊരു നിലപാടില്ല. അതുകൊണ്ടാണല്ലോ LDF ഞങ്ങൾ ധാരണ ഉണ്ടായത്. ഇപ്പോൾ ഒരു അഡീഷണൽ പോസ്റ്റ് വരുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ചിലവുകൾ മറ്റുള്ള കാര്യം, പക്ഷെ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോഴത്തെ പോലെ 27 സ്റ്റാഫും അതിൻ്റെ പാരഫെർണേലിയ എല്ലാം ഇല്ലാതെയും അത് ചെയ്യാം. അതെങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം വിമർശിക്കുകയായിരുന്നു ശരി എന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യം കൂടി, ഈ ചില വിമർശനങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നവോത്ഥാന മതിലിൻ്റെ കാര്യത്തിൽ അത് 1-ാം തീയതി അത് നടപ്പായി, അത് വിജയകരമായി പൂർത്തിയായതിന് ശേഷം പറയാം, ചില കാര്യങ്ങൾ ആലോചിക്കാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കുന്നതും അത് എങ്ങനെയായിരുന്നു സമൂഹത്തിലുണ്ടാക്കിയ ഒരു അതിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിശോധിക്കുന്നതാണ് നല്ലത് എന്ന അർത്ഥത്തിലേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ വിമർശനം 1-ാം തീയതി കഴിഞ്ഞ് പറയാം എന്നല്ല. അതല്ല, ഞാനും അങ്ങനെ ഉദ്ദേശിച്ചില്ല. അതായത് അതിനെക്കുറിച്ചൊരു ആലോചന ഇത് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം നടത്താം. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിമർശനവും ഇല്ല. LDF കക്ഷികൾ ഒറ്റക്കെട്ടാണ്, CPIയും CPMും ഒറ്റക്കെട്ടാണ്. ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ധൃതി പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ തന്നെ തീരുമാനങ്ങൾ എടുത്ത് പ്രഖ്യാപിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു, അതിനുശേഷമാണ് ഒരുപക്ഷെ അവരുടെ കമ്മിറ്റി, CPMൻ്റെ കമ്മിറ്റി പോലും കൂടുന്നത്, അതിനുശേഷമാണ് LDF. ഇതൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്? താങ്കൾ പറഞ്ഞതിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരവുമുണ്ട്. ഒരു കക്ഷിക്കുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പരാതി ഉണ്ടാകുമ്പോൾ 2 കക്ഷികൾക്ക് നിൽക്കുന്ന കക്ഷികൾക്ക് അങ്ങനത്തെ പരാതികൾ ഉണ്ടായാൽ അതൊരു അത്ഭുതമാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ CPIയെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെ ലീഡർഷിപ്പുമായും മുഖ്യമന്ത്രിയുമായും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കാറുണ്ട്, അവരുടെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഞങ്ങൾ പരസ്പരം കാണാത്തവരോ ചർച്ച ചെയ്യാത്തവരോ ആണ് എന്നൊരു ധാരണ മാധ്യമങ്ങൾ വരുത്തുന്നുണ്ട്. അവസാനമായ ഒരു കാര്യം കൂടി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാറായി. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ CPIയിൽ, LDFിൽ അതൊക്കെ ആരംഭിച്ച് അതിൻ്റെ പ്രക്രിയ ഏതളവിലാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPI മത്സരിക്കുന്ന സീറ്റുകളിൽ ബൂത്ത് ലെവലിലുള്ള അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ ബൂത്ത് ലെവൽ കമ്മിറ്റികൾ രൂപീകരിച്ചു. ഈ നിയോജക മണ്ഡലങ്ങളെ ബൂത്ത് ലെവൽ കൺവീനർമാരുടെ 1-2 യോഗങ്ങൾ കഴിഞ്ഞു. താഴെ അസംബ്ലി നിയോജക മണ്ഡലം നിലവാരത്തിലായ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഏത് സമയത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി പാർട്ടി സംഘടന ഒരുക്കുക എന്ന ജോലിയാണ് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ അതിലേക്ക് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ഏറെക്കുറെ പൂർത്തിയാക്കും. ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നത് അത് ഏതെങ്കിലും വിധത്തിലുള്ള ആശയ സംഘടനത്തിൻ്റെ ഭാഗമായി മാത്രമാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട് ശ്രീ കാനം രാജേന്ദ്രൻ. മുന്നണിക്കകത്ത് ഭിന്നമായ പാർട്ടികളായി നിൽക്കുമ്പോൾ ഭിന്നമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നുമുണ്ട്. ഐക്യത്തോടെ നിൽക്കേണ്ടത് സംഘപരിവാർ ശക്തികളെ ചെറുക്കാനുള്ള ഊർജത്തിന്, അല്ലെങ്കിൽ ആ ഊർജത്തിന് കുറെ കൂടി ആക്കം കിട്ടാൻ അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരം അവസാനിപ്പിക്കുന്നത്. നന്ദി സർ.